ഹലോ, ഞങ്ങളിപ്പോൾ നടന്നു പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നോമ്പൊക്കെ തുറന്നു ഫുഡൊക്കെ കഴിച്ചിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞൊരു 11:30 ആയപ്പോൾ നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പറഞ്ഞു. വണ്ടി എവിടെയോ പാർക്ക് ചെയ്തിട്ട് കുറേ നടന്നു. അത്യാവശ്യം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചും അതേപോലെ നടക്കുക ചെയ്തത്. കാരണം കഴിച്ച ഫുഡ് വരെ ദഹിച്ചിട്ടുണ്ടാവും. ഫുൾ ടൈം നമ്മൾ റൂമിനകത്ത് തന്നെ നിൽക്കുന്നതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം കുറേ സ്ഥലം നടന്നു പോയിട്ടോ. നടന്ന് ഞങ്ങൾ ഹോട്ടലെത്തി. ഞങ്ങൾ മന്തിയൊന്നും വേണ്ട, അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങൾക്ക് അൽഫാം പെരി അൽഫാം എന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തു. ഫസ്റ്റ് നമുക്ക് സൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതെന്താ മട്ടൻ സൂപ്പ്. റിച്ചുവിന് ടേസ്റ്റ് ഇഷ്ടമായിട്ടില്ല, റിച്ചുവിനല്ലേ എനിക്കും ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഞങ്ങളതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ മയോണൈസ് മൂസ് സലാഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മൂസിനകത്ത് കൂട്ടിയിട്ട് അവളത് കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് സലാഡിനകത്ത് ഉറുമാമ്പഴം, ആപ്പിള്, ക്യാരറ്റ് എല്ലാതും ഉണ്ട്. അത് കഴിച്ച് കഴിയുന്നതിന് മുന്നേ നമ്മുടെ സാധനം എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഷെയർ ചെയ്യലായി. കോഴിക്ക് 2 കാലുണ്ടായത് നന്നായി, അതുകൊണ്ട് 2 പേർക്കും കൊടുക്കാനായി, ഇല്ലെങ്കിൽ ഇവിടെ അടിയായിട്ടുണ്ടാകും. അങ്ങനെ ഞങ്ങൾ 4 പേരും ഷെയർ ചെയ്തു. പിന്നെ അതിനകത്ത് കുബൂസ്, മയോണൈസ്, ഹമ്മൂസ്, പിന്നെ ചില്ലി സോസ്, തക്കാളി സോസ് അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാതും കൂടി കഴിച്ച് കഴിഞ്ഞ് ഇതാ ഫുൾ കാലിയായിട്ടുണ്ട്. ചിക്കൻ്റെ എല്ലും മാത്രം ബാക്കി കിട്ടിയത് ലാഭം. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ, പോകുന്ന വഴിക്ക് നമ്മൾ കുലുക്കി സർബത്ത്, അതുപോലെ പിന്നെ നമ്മളെ ഉപ്പിലിട്ടത്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയിട്ട് നമ്മുടെ പുളിമുട്ടായി, അച്ചാറുകൾ, പിന്നെ ചെറിയ പാക്കറ്റ് എന്തിനാ ബൂസ്റ്റ്, ഹോളിസ്, അതൊക്കെ നമ്മുടെ കടയിൽ അവിടെ കാണുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഉപ്പിട്ടതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ചുരണ്ടി പറഞ്ഞു. ഞാൻ നാട്ടിൽ നിന്നും കഴിച്ചില്ല, ഇവിടെ നിന്നും കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമായിട്ട് കഴിക്കുന്നത്. എങ്ങനെ നോക്കാമല്ലോ. ഒരു എരിവും പുളിയും ഒക്കെ ഉള്ള, എരിവും മധുരവും ഉള്ളതാണ് പറഞ്ഞത്. അതിനകത്ത് അവർ ചുരണ്ടേസ് നാരങ്ങ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാങ്ങ ഉപ്പിട്ട് വയ്ക്കില്ല, അച്ചാറ്, അതാണ് ഇനി അതിനകത്ത് ഒഴിക്കാൻ പോകുന്നത് കണ്ടോ. പിന്നെ അതിനകത്തേക്ക് പിന്നെന്തോ സർബത്ത്, അതൊന്നും പേര് എനിക്കറിയില്ല, അത് ഒഴിച്ചിട്ടുണ്ട്. അതെന്താ സംഭവം എനിക്കറിയില്ല കേട്ടോ. സ്ട്രോബെറി സിറപ്പാണോ എന്തോ ചുവപ്പ് കളറ്. പിന്നെ ഇത് നമ്മുടെ നന്നായി സർബത്ത് തോന്നുന്നു. പിന്നെ അതിനകത്തേക്ക് കസ്കസ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊട്ടുകടല, പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ഇതെല്ലാതും കൂടിയാണ് നമ്മുടെ ചുരണ്ടേസ്. ഫസ്റ്റ് റിച്ചുവിന് കൊടുത്തു. അവന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞുള്ളൂ, രണ്ടാമതൊന്നും പറഞ്ഞില്ല. പിന്നെ അവർ തന്നെ ഇരുന്ന് കഴിച്ചു. എനിക്കത് വലിയ താല്പര്യം തോന്നിയില്ല. അങ്ങനെ നമ്മളത് കഴിച്ചു. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഇവിടെ നിന്നാണ് നമ്മൾ കഴിച്ച് പോകുന്നത്. പിന്നെ നമ്മൾ നടന്ന് റൂമിലേക്ക് എത്തി. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക്